രാവിലെ മസാല ദോശ എന്നോട് ലുലു മാളിൽ ഇതാണ് നമ്മൾ പോകുന്ന മെട്രോ. വേഗം കയറ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചിയുടെ കാഴ്ചകൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ കൊച്ചി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് തന്നെ രാവിലെ നല്ല അടിപൊളി ഒരു മസാല ദോശ കഴിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ശരവണ ഭവനിൽ കയറിയിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു മസാലയും സാമ്പാറും നല്ല 2 ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ കൊച്ചി യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ നമ്മുടെ ലുലുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പരിപാടി എന്നറിയോ, മെട്രോയിൽ പോകാനാണ്. അപ്പോൾ ലുലുവിൽ വന്നിട്ട് ലുലുവിൻ്റെ ആ എൻട്രി വഴി മെട്രോയിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മെട്രോയുടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ നോർമലി പുറത്തുനിന്ന് മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലുലു എൻട്രി വഴി മെട്രോയിൽ പോകുന്നത് കേട്ടോ. നമ്മൾ കൊച്ചിയിലുള്ള സമയത്ത് ഇവിടെയൊക്കെ പോയിരുന്നു. ഇപ്പോൾ കുറേ ആയി കൊച്ചിയിൽ വന്നിട്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളങ്ങനെ കൊച്ചിയിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സുധിയേട്ടനാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ സുധിയേട്ടനെ മെട്രോ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. എവിടെ വരുന്നു? നമ്മളെവിടെ? കൊച്ചി മെട്രോ സ്റ്റേഷനിൽ. നമ്മുടെ ഈ യാത്രയുടെ കാര്യമായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ മെട്രോയും വാട്ടർ മെട്രോയും എക്സ്പ്ലോർ ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. ഇപ്പോൾ ആ ഇൻറ്റൻഷനിലോട്ടുള്ള യാത്രയാണ്. അതെ, അതേപോലെ വാട്ടർ മെട്രോ നമ്മൾ ഇതുവരെ കയറിയില്ല. നമുക്ക് വാട്ടർ മെട്രോയിലും കയറണം. അപ്പോൾ അതിനുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ലുലു എൻട്രൻസ് വഴി കയറിയിട്ടില്ലേ. ഇനി നമ്മുടെ മെട്രോ ട്രെയിൻ വരണം. നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ. അങ്ങനെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഹൈക്കോർട്ടിലോട്ടാണ് കേട്ടോ. ഹൈക്കോർട്ടിൽ നിന്നാണ് നമുക്ക് വാട്ടർ മെട്രോയുടെ സർവീസ് ഉള്ളത്. അപ്പോൾ ഇനി ഹൈക്കോർട്ട് പോയിട്ട് അവിടുന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ അടുത്ത ലൊക്കേഷൻ എങ്ങോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ മെട്രോയിൽ. അങ്ങനെ ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ സുധിയേട്ടനും ശിവയും കാര്യമായിട്ട് ഓടിച്ചാടി പോകുന്നുണ്ട്. നമുക്കിനി അവിടെ നിന്ന് പോകേണ്ടത് 2 ലൊക്കേഷനാണ്. നമുക്കൊന്ന് വൈപ്പിനിലേക്കും പിന്നെ ഒന്ന് വരുന്നത് ബോൾഗാട്ടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ബോൾഗാട്ടിയിലേക്ക് പോകാനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വാട്ടർ മെട്രോയിലേക്ക് എൻട്രി ചെയ്യാൻ കേട്ടോ. ഹൈക്കോർട്ട് ടു ബോൾഗാട്ടി, ഹൈക്കോർട്ട് വൈപ്പിൻ. നമ്മുടെ ടിക്കറ്റ് ഇട്ടുണ്ട്. ഏതാ പറഞ്ഞ ടോക്കൺ നമ്പർ 6? ഓക്കെ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന മെട്രോ. വേഗം കയറ്. നമ്മൾ മെട്രോയിൽ കയറി. അങ്ങനെ കാര്യമായൊരു സീറ്റ് കിട്ടിയില്ല. പക്ഷെ ഞാനൊരു ഉടായ്പ സീറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണ്. നമ്മളിതേ ഈ മെട്രോയുടെ മുകളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കൊച്ചിയുടെ കാഴ്ച ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ, നല്ല രസമാണ് കാണാൻ, ബിൽഡിങ്സൊക്കെ ആയിട്ട്. പിന്നെ മെട്രോയുടെ അകത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ വ്യൂ ഒക്കെ. നമുക്ക് സീറ്റ് കറക്റ്റായിട്ട് വിൻഡോ സൈഡിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് റിട്ടേൺ ഒരു യാത്രയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിൻഡോ സൈഡ് പിടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളിനി നേരെ പോയിട്ട് ബോൾഗാട്ടി ഇറങ്ങുവാണേ. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി വന്ന് നമുക്ക് പണി കിട്ടി ഗൈസ്. ബോൾഗാട്ടിയിൽ നിന്ന് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ആ സങ്കടം അങ്ങോട്ട് തീർത്തു. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ബസ് കയറിയിട്ട് വൈപ്പിലിലോട്ട് പോവാണ് കേട്ടോ. വൈപ്പിലിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇത്. കുറേ ഫിഷിംഗ് ബോട്ട്സാണ്. പിന്നെ ഇതേ നമ്മളങ്ങനെ വൈപ്പിലിൽ റീച്ചായിട്ടുണ്ട്.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മാളൂട്ടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മുക്കവൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലരെ പൂന്തോണി അരികിൽ ഇതാണോ നമ്മൾ വന്നത് കറക്റ്റ് സ്ഥലത്താണ് കേട്ടോ. അവിടെ ചീനവലയിൽ പിടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. നമ്മളിതൊക്കെ വീട്ടിൽ ചത്തിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ മീനൊക്കെ. ഇതിനകത്ത് കിടന്ന് വെള്ളത്തിനകത്ത് കിടന്ന് മീനൊക്കെ ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട് കേട്ടോ. നിറയെ മീനുണ്ട്. മീനിനെ ചമ്പം വന്നിരിക്കാവൻ. ഒക്കെ പിടക്കുന്ന മീനുള്ളട്ടോട്. അങ്ങനെ ഇച്ചിരി നേരം വൈപ്പിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് വീണ്ടും ആട്ടുമട്ടൂരിൽ കയറാണ് കേട്ടോ. വൈപ്പിന്ന് നമ്മൾ നേരെ അടുപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ കേട്ടോ. നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ. നേരത്തെ സീറ്റ് കിട്ടാത്ത സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ആദ്യം തന്നെ ഓടിക്കയറിയിരിക്കുകയാണേ. ഓടിക്കയറി നേരെ പോകുന്നത് വിൻഡോ സീറ്റിലാണ്. വിൻഡോ സീറ്റ് തന്നെ കിട്ടി ദൈവഭാഗ്യത്തിന്. നേരത്തെ നമുക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതെ ഈ വിൻഡോ സീറ്റ് നമുക്ക് പുറത്തുനിന്ന് കാണണമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. മഴയും കൂടെ ഉള്ളതുകൊണ്ട് പറയണ്ട, നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ലുലുവിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ തന്നെ വന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഫുഡ് കഴിക്കണം. അതാണ് ഇനി നമ്മുടെ പരിപാടി കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കോർട്ടിൽ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പ്രോൺസും ഫ്രൈഡ് റൈസും കിട്ടി. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ നോർമലി ലുലുവിൽ ഒരു ഇവൻറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ സ്നേഹക്കൂട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാം നിങ്ങൾക്ക്. കുറേ അമ്മമാരും അച്ഛന്മാരും ഒരു വൃദ്ധസദനം പോലെ. അപ്പോൾ അവരുടെ പരിപാടികൾ നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആ പ്രോഗ്രാം കണ്ട് അവിടെ നിന്നു കേട്ടോ. ഒത്തിരി സന്തോഷമായി. അവർ ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി തന്നെ പോയി ഈ പ്രോഗ്രാം എല്ലാം കൂടെ കണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.